ഇൻകം ടാക്സിൻ്റെ പുതിയ അപ്ഡേഷൻ വീണ്ടും വന്നു കഴിഞ്ഞു. ഇൻകം ടാക്സ് ഓൺ FD, നോ ടാക്സ് ഓൺ FD. ഫിക്സഡ് ഡെപ്പോസിറ്റ് ധൈര്യമായിട്ട് ഇടാം. 50 ലക്ഷം വരെ ഇടാം. 50 ലക്ഷത്തിന് വരെ ടാക്സ് കൊടുക്കേണ്ട. ന്യൂ ടാക്സ് റെജീം അനുസരിച്ച് 4 ലക്ഷം വരെ ഇൻട്രസ്റ്റിന് നമ്മൾ TDS അടയ്ക്കേണ്ടതായിട്ടില്ല. ടാക്സ് എക്സംഷൻ കിട്ടുന്നത് ന്യൂ ടാക്സ് റെജീം അനുസരിച്ചാണ് ടാക്സ് എക്സംഷൻ നമുക്ക് ലഭിക്കുന്നത്. ചില കാര്യങ്ങളും കൂടെ നോട്ട് ചെയ്യുക. അതായത് നമുക്ക് TDS പിടിക്കേണ്ട എന്ന് ബാങ്കിനെ ഇൻഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ സബ്മിറ്റ് ഫോം 15H, ബിലോ 60 ഇയർ ഓൾഡ് ആണെങ്കിൽ ഫോം 15G, സബ്മിറ്റഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ഫിനാൻഷ്യൽ ഇയർ ബിഫോർ April 1. എല്ലാ ഫിനാൻഷ്യലിൻ്റെ തുടക്കത്തിൽ ആയിരിക്കണം സബ്മിറ്റ് ചെയ്യേണ്ടത്, എന്നാൽ April 1 മുൻപായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. നോർമലി TDS റൂൾസ് എന്ന് പറയുന്നത് 60 വയസ്സിന് താഴെയുള്ള ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ ആനുവൽ ഇൻട്രസ്റ്റ് 50,000 മുകളിൽ പോകുന്നുണ്ടെങ്കിൽ TDS പിടിക്കാമെന്നാണ് റൂള്. സീനിയർ സിറ്റിസൻ്റെ കേസാണെങ്കിൽ 1 ലക്ഷം രൂപയാണ് ആനുവലി ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം TDS ഡിഡക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നിയമപ്രകാരം. ഈ പറയുന്ന ഡിക്ലറേഷനൊക്കെ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ TDS അവർ കട്ട് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 50 ലക്ഷം വരെ നമുക്കിങ്ങനെ ഒരു ആനുകൂല്യം ഗവൺമെൻറ് തരികയാണ് ആസ് പെർ ന്യൂ ടാക്സ് റെജീം അനുസരിച്ച്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ എണ്ണം കൂടുമെന്ന് ഗവൺമെൻറ്റിന് നന്നായിട്ട് അറിയാം. എവിടെയെങ്കിലും ഒരു ബെനിഫിറ്റ് തരുമ്പോൾ അവർക്കും ബെനിഫിറ്റ് വേണമല്ലോ അല്ലേ? എങ്ങനെയായിരിക്കും ബെനിഫിറ്റ് ഉണ്ടാവുന്നത്? 12 ലക്ഷം വരെ നമുക്ക് ഈ ആനുകൂല്യമൊക്കെ തരുമ്പോൾ ടാക്സ് അടയ്ക്കണ്ട എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ കയ്യിൽ പണം ഇരിക്കും. ആ ഇരിക്കുന്ന പണം എവിടെയെങ്കിലും ഗവൺമെൻറ് സെക്യൂരിറ്റി ഉള്ള ഇടത്തേക്ക് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ത്വര കൂട്ടാനായിട്ട് അവർ ശ്രമിക്കുകയാണ് ഇതുവഴി ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ എന്ന് പറയുന്നത് പോലെ നമുക്കൊരു ആനുകൂല്യങ്ങൾ തരുമ്പോൾ അതിൻ്റെ പിന്നിൽ വ്യക്തമായ ധാരണ ഗവൺമെൻറ്റിന് ഉണ്ടാകും. അല്ലാതെ ഇത്രയും നഷ്ടമൊന്നും അവർ സഹിക്കാനൊന്നും തയ്യാറില്ല. 1 ലക്ഷം രൂപ വരുമാനമുള്ള സാലറി കിട്ടുന്ന ഒരാൾക്ക് വരെ ടാക്സ് ഫ്രീ ആണ്. ഒന്ന് ആലോചിക്കുക, 1 ലക്ഷം രൂപ സാലറി എന്ന് പറയുന്നത് ചെറിയൊരു എമൗണ്ട് അല്ല. ഒരു വർഷമാകുമ്പോൾ 12 ലക്ഷം വരെ ടാക്സ് ഫ്രീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തിയുടെ കയ്യിൽ എന്തായാലും വരുമാനം നിലനിൽക്കും എന്ന് ഗവൺമെൻറ്റിന് മനസ്സിലായിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് കപ്പാസിറ്റി കൂടും, അതുവഴി ഗവൺമെൻറ്റിന് ലാഭം.